ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ആശിഷ് രാജൻ, ലിസി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജെറിയാട്രീഷ്യനാണ്. ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് ജെറിയാട്രിക് മെഡിസിൻ പിന്നെ ജെറിയാട്രിക് കെയർ എന്നതിനെ കുറിച്ചാണ്. ഹായ് ഡോക്ടർ. ഹലോ. അപ്പോൾ എന്താണ് ജെറിയാട്രിക് മെഡിസിൻ അല്ലെങ്കിൽ എന്താണ് ജെറിയാട്രിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ എൽഡർലി സിറ്റിസൻസ് എന്ന് പറയും. അവരുടേതായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അത് ഡീൽ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ജെറിയാട്രിക്സ്. നമ്മൾ കുട്ടികളിൽ നമ്മൾ ഡോക്ടറിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ നമ്മൾ പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആയുർദൈർഘ്യം അല്ല ലൈഫ് എക്സ്പെക്റ്റൻസി ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. നേരത്തെ തന്നെ ഇത് നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമുക്ക് US ആണെങ്കിലും UK ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ പ്രായമായവരിൽ പ്രത്യേകതരം അസുഖങ്ങളും പ്രായമായവരുടെ ഇഷ്യൂസൊക്കെ വേറെയാണെന്ന് കണ്ടിട്ട് അവർ ഓൾറെഡി അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഒരു സ്പെഷ്യാലിറ്റിയായി ഡെവലപ്പ് ചെയ്ത് വന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ജെറിയാട്രിക് മെഡിസിൻ. പിൽക്കാലത്ത് ഇത് ഇന്ത്യയിലും പ്രാബല്യത്തിൽ വന്നു. അതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എസ്പെഷ്യലി കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എൽഡർലി പോപ്പുലേഷൻ 60-60+ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ സ്പെഷ്യാലിറ്റിയാണ് ജെറിയാട്രിക് മെഡിസിൻ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു യങ്ങർ പോപ്പുലേഷനും ഏജ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മൾ വാർദ്ധക്യത്തിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ബോഡിയിലെ ഓർഗൻസും സിസ്റ്റംസും അതിൻ്റേതായിട്ടുള്ള ഒരു ഏജിങ്ങിൻ്റെ ഒരു ചേഞ്ചസ് കാണിക്കാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് വെളിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെയറിൽ തന്നെ നമ്മൾ മുടി നരയ്ക്കുക, കഷണ്ടിയാകുക, അല്ലെങ്കിൽ സ്കിന്നൊക്കെ വളരെ ലൂസാകുക, വളരെ തിന്നായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് നമുക്ക് വെളിയിൽ നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ ഉള്ള ചേഞ്ചസുകളുണ്ട്. ഉള്ളിൽ നമ്മുടെ പല പല ഓർഗൻസിലെയും അതുപോലെ അതിനായിട്ടുള്ള പ്രായത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലത് നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ലിവറിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ ഒരു പരിധി കൂടുതൽ നമ്മളൊരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്പം കുറയാം, കിഡ്നിയിലോട്ടുള്ള കുറയാം, ബ്രെയിനിൻ്റെ സൈസ് ചുരുങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ വലിയ കാര്യമായിട്ട് ബാധിക്കാത്തതാണ്. ഇതിനാണ് നമ്മൾ നോർമൽ ഏജിങ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഈ പ്രായമായപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് നോർമലായിട്ടുള്ളൊരു പ്രായത്തിൻ്റെ ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അത് പലപ്പോഴും തെറ്റാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരിധി കൂടുതലുള്ള ഒരു മറവി അവരുടെ ദൈനംദിന ജീവിക്കുന്നതിനെ ബാധിക്കുന്നതിനെക്കാട്ടി കൂടുതലുള്ള ഒരു മറവിയുടെ പ്രശ്നം അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ യൂറിൻ ലീക്കാവുക, നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. പിന്നെ വീഴ്ചകൾ, ഫോൾസ്, അവർക്ക് ബാലൻസ് കിട്ടാതിരിക്കുക, തലകറക്കം, കാഴ്ചയുടെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം ഇതൊക്കെ നമ്മളൊരു നോർമൽ ഏജിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു യങ് അഡൾട്ട്സിനെക്കാട്ടി കൂടുതലായിട്ട് ഇത് പ്രായമുള്ളവരിലാണ് ഈ പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു ഇവാലുവേഷൻ വേണ്ടതാണ്. ഇതിന് നമ്മൾ കോംപ്രിഹെൻസീവ് ജെറിയാട്രിക് അസസ്മെൻ്റ് എന്നാണ് പറയേണ്ടത്. ഈ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ എൽഡർലി കാണുന്നത് നമ്മൾ ഒരു ടൂൾസ് ഉണ്ട് അതിന് വേണ്ടി, ഓരോരോ ക്വസ്റ്റനെയർ പോലെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഈ എൽഡർലിയിൽ ഇതുണ്ടോ, ഈ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പം യങ് അഡൾട്ട്സിന് പ്രായം കുറഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യുന്ന അതേ മെഡിസിൻസ് പ്രായം കൂടിയ ആൾക്കാർ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സെഡേറ്റീവ്സ്, ഉറക്കത്തിന് കൊടുക്കുന്ന ഗുളികകൾ പലപ്പോഴും നമുക്ക് യങ്ങർ അഡൾട്ട്സിന് കൊടുക്കുന്ന ഗുളികകൾ നമ്മൾ എൽഡർലി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടുതൽ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം, ഉറക്കം കൂടുക, രാത്രി വീഴ്ചകൾക്കുള്ള സാധ്യത കൂടുക, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും വരാം. പിന്നെ ഈ എൽഡർലി നമ്മൾ സാധാരണ യങ് അഡൾട്ട്സുമായിട്ട് നോക്കിക്കഴിയുമ്പം അവർക്ക് പല പല പ്രശ്നങ്ങൾ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ഇഷ്യൂസ്, അങ്ങനെ പല പല അസുഖങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ പല പല മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. പോളിഫാർമസി എന്ന് നമ്മൾ പറയും, ഒരു 5 കൂടുതൽ മരുന്നുകൾ ഒരേ ടൈമിൽ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ മരുന്നുകൾ ബോഡിയിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഈ മരുന്നുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും ഉണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പ്രായമുള്ളവർ നമ്മൾ ശ്രദ്ധിക്കണം. ചില മരുന്നുകൾ നമുക്ക് ഡോസ് കുറയ്ക്കേണ്ടതായിട്ട് വരാം, അവരുടെ കിഡ്നി ഫംഗ്ഷനും കാര്യങ്ങളും നോക്കിയിട്ട്. ചിലത് നമ്മൾ തീർത്തും നമുക്ക് യങ് അഡൾട്ട്സിൽ കൊടുക്കുന്ന പോലെ, പ്രായം കുറഞ്ഞ ആൾക്കാർ കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരാം. വേറൊരു കാര്യം നമ്മൾ പ്രായമുള്ളവർ നമുക്ക് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായം കുറഞ്ഞ ആൾക്കാരിൽ കാണിക്കുന്ന സിംറ്റംസ് ആയിരിക്കില്ല ചിലപ്പം പ്രായം കൂടിയ ഒരാൾക്കാരിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ ആൾക്കാരിൽ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പനി, കിടുപ്പ്, വിറയൽ ഇങ്ങനെ ആയിട്ടായിരിക്കും സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. പക്ഷേ പ്രായം കൂടിയ ആൾക്കാരിൽ ഒരു ക്ഷീണം, ഒരു അബോധാവസ്ഥ, ആ ഒരു രീതിയിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഈ ഇൻഫെക്ഷൻസ് സാധാരണ കണ്ടുവരുന്നത്. പനി വരാം, പക്ഷേ അതെന്നാലും അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി വെച്ചിട്ട് ഇത്
അല്ലാത്ത രീതിയിലും കാണാം. അതൊരു എട്ടിപ്പിക്കൽ പ്രസൻറ്റേഷൻസ് എന്നാണ് പറയുന്നത്. എട്ടിപ്പിക്കൽ പ്രസൻറ്റേഷൻസ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡിസീസിൻ്റെ എട്ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ എൽഡർലിയിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ അടുത്തത് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി നമ്മൾ എങ്ങനെ അഡൾട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇച്ചിരി ഡൗൺ ആയിരിക്കും. പ്രായത്തിൻ്റെതായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ഇതാണ് മെയിനായിട്ട് നമ്മളൊരു യങ് അഡൾട്ട്സും നമ്മുടെ പ്രായമുള്ളവരും തമ്മിൽ നോക്കുമ്പോഴുള്ള വ്യത്യാസം. ഡോക്ടർ, ഈ പാലിയേറ്റീവ് മെഡിസിനും ജെറിയാട്രിക് മെഡിസിനും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇത് പലപ്പോഴും നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. പാലിയേറ്റീവ് മെഡിസിനും ജെറിയാട്രിക് മെഡിസിനും ഒന്ന് തന്നെയാണോ, അവർ ചികിത്സാ രീതി ഒന്ന് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാലിയേറ്റീവ് മെഡിസിനും ജെറിയാട്രിക് മെഡിസിനും ഒരു രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു രണ്ട് സ്ട്രോങ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ജെറിയാട്രിക് മെഡിസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ജെറിയാട്രിക് മെഡിസിൻ മെയിൻലി ഡീൽ ചെയ്യുന്നത് നമുക്ക് പ്രായമുള്ളവരുടെ 60 വയസ്സിന് മേലുള്ളവരുടെ അസുഖങ്ങളെ പറ്റിയാണ്. അപ്പോൾ അത് ചികിത്സിച്ച് മാറ്റി അവരെ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ടോയ്ലറ്റിങ്, ഒരു ബാത്തിങ്, അവർ ഡ്രസ്സിങ്, ഫുഡ് കഴിക്കുക, ചെറുതായിട്ട് നടക്കുക, ഈ ഒരു രീതിയിൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. അതിനുവേണ്ടിയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ജെറിയാട്രിക് മെഡിസിനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്യൂറേറ്റീവ് സ്റ്റേറ്റ് കടന്നുപോയി. ഒരു ഡിസീസിൻ്റെ ഒരു ടെർമിനൽ ഇൽനെസ്, എപ്പോഴും നമ്മൾ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ ക്യാൻസർ ആണെന്ന് ഓർക്കും. പക്ഷേ അല്ല, ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു ടെർമിനൽ ഇൽനെസ്സിലോട്ട് എത്തി. ഇനി നമുക്കൊരു ക്യൂറേറ്റീവായിട്ട് നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. അതിന് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അതിനെക്കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതിനുള്ള സിംറ്റംസ് ആ പേഷ്യൻറ്റ് നമുക്ക് കുറച്ച് കൊടുക്കുക, മരുന്നുകൾ വെച്ചിട്ട്. അതിപ്പോൾ വേദനയാവാം, ശ്വാസം മുട്ടലാവാം, എന്ത് സിംറ്റംസ് ആണെങ്കിലും അത് നമുക്ക് റിലീവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ക്യൂറേറ്റീവ് സ്റ്റേറ്റ് കടന്നു പോയി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ ബാക്കി പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാലിയേറ്റീവ് കെയർ ഇപ്പോൾ 60 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രായം കുറഞ്ഞൊരു 30 വയസ്സുള്ള ഒരാൾക്കാണെങ്കിലും ഇപ്പോൾ ഒരു എൻഡ് സ്റ്റേജ് ഓഫ് ഒരു ഡിസീസിലാണെങ്കിൽ, ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ അവരെ നമുക്ക് പാലിയേറ്റീവ് കെയറിന് വേണ്ടി കൺസിഡർ ചെയ്യാം. അവരുടെ സിംറ്റം കൺട്രോൾ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പാലിയേറ്റീവ് കെയർ കൺസിഡർ ചെയ്യാം. പ്രായമുള്ളവർ തന്നെ ഇപ്പോൾ അവരൊരു പ്രായം കൂടിയിട്ട് ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ തീർത്തും ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്കും എൻഡ് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ പാലിയേറ്റീവ് കെയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ജെറിയാട്രിക് കെയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് പാലിയേറ്റീവ് കെയർ തീർച്ചയായിട്ടും വരും. പക്ഷേ ജെറിയാട്രിക് കെയറും പാലിയേറ്റീവ് കെയറും ടോട്ടലി രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ആണ്. ഡോക്ടർ, നമ്മൾ ഈ ചെറിയ കുട്ടികളിലെല്ലാം നമ്മൾ വാക്സിൻ എടുക്കുന്ന കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ മുതിർന്ന ആളുകളിൽ വാക്സിനേഷനോ അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞതുപോലെ പ്രായമുള്ളവരിൽ ഇമ്മ്യൂണിറ്റി യങ് അഡൾട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, പ്രായം കുറഞ്ഞൊരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കുറവായിരിക്കും. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവും പ്രായത്തിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുട്ടികൾക്ക് നമ്മൾ വാക്സിനേഷൻ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് എടുക്കും. അവരുടെ വാക്സിനേഷൻ ഷെഡ്യൂളുകളുണ്ട്, അത് നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മാതാപിതാക്കൾ ചോദിച്ച് തന്നെ, നമ്മൾ ആരും പറഞ്ഞില്ലെങ്കിൽ തന്നെ അവർ ചോദിച്ച് തന്നെ ഇപ്പോൾ 6 മാസത്തിൻ്റെ 1 വയസ്സിൻ്റെ ഏതാണ് ഡോക്ടറെ ചോദിച്ച് തന്നെ അവർ വാക്സിൻസ് എടുക്കും. അതുപോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാരിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, അവരുടെ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വാക്സിൻസ് ഉണ്ട്. എസ്പെഷ്യലി ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂമോകോക്കൽ ഇൻഫ്ലുവൻസ വാക്സിനും ഇത് വളരെ ഉപയോഗപ്പെടും അവർക്ക്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ടെറ്റനസിൻ്റെ ഡിഫ്തീരിയ, ടിഡാപ്പ് എന്ന് പറയും, അതിൻ്റെ ബൂസ്റ്റർ ഡോസുകൾ നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പറയാറുണ്ട്. ഹെർപ്പിസ് സോസ്റ്റർ വാക്സിൻ നമുക്ക് ഇവർക്ക് വേണ്ടി പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എൽഡർലിയിലുള്ള ഈ വാക്സിൻസ്, പ്രായം കൂടിയ ആൾക്കാരിൽ ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വാക്സിൻസ് അവർക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷൻസ് വന്നാൽ തന്നെ അതിൻ്റെ ഒരു സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടി, ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി അവരെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. So thank you, doctor, for sharing the information regarding geriatric care.